I don't ever slow up, no I don't take shit. I got no love for the fakeness. If you wanna play tough and wanna hate this, I'll always show up. I don't ever slow up, no I don't take shit. I got no love for the fakeness. If you wanna play tough and wanna hate this, I'll always show up. ഇന്ന് നടന്നു പോകുന്നത് അഞ്ചുമല പാറയിലേക്കാണ്. അതായത് പത്തനംതിട്ടയുടെയും കൊല്ലത്തിൻ്റെയും ബോർഡറിൽ ഉള്ള കുന്നിട എന്ന സ്ഥലത്തെ അഞ്ചുമല പാറയിലേക്ക്. അവിടേക്കുള്ള യാത്രയാണ് ഈ വഴി. അത്യാവശ്യം ട്രെക്കിംഗ് ഒക്കെ നടത്തിയവർക്ക് ഈ ഒരു സവാരി അത്രയ്ക്ക് മനോഹരമായിരിക്കും. കാരണം അതുപോലെ ഒരു സ്ഥലത്തേക്കാണ് നമ്മൾ ഇതുവഴി കയറിപ്പോകാൻ പോകുന്നത്. ഇവിടുന്ന് വേണം നമ്മൾ മുകളിലേക്ക് കയറി പോകാൻ. ഇത് ആദ്യത്തെ ഒരു ചെറിയ പാറയാണ് കേട്ടോ. ഇതിന് മുകളിലാണ് വലിയ, അതായത് ഈ പറഞ്ഞ അഞ്ചുമല പാറ ഉള്ളത്. അപ്പോൾ വഴി കുറച്ച് ദുഷ്കരമാണ്. പ്രായമായവരും കുട്ടികളും ഒക്കെ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ കയറിപ്പോകാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. എന്നാലും ഈ ബുദ്ധിമുട്ടുകളെല്ലാം താണ്ടി നടന്ന് അവിടെ എത്തിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കണ്ണിന് കുളിർമയേകുന്ന ഒരു മനോഹര ദൃശ്യം തന്നെയായിരിക്കും അവിടെ ഒരുക്കി വച്ചിരിക്കുന്നത്. പലപ്പോഴും കാണുന്ന കാഴ്ചയാണ് ഈ പാറകളിൽ നമ്മൾ പേര് എഴുതി വെക്കുക. പണ്ട് പേര് കൊത്തി വെക്കുക എന്നൊക്കെ പറയുന്നതിൻ്റെ തൊട്ട് ഇപ്പോൾ എവിടെ എന്ത് പാറ കണ്ടാലും ഇപ്പോൾ അവിടെ നമ്മുടെ പേര്, അതായത് അവിടെ കിട്ടുന്ന പാറക്കല്ല് വെച്ചോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും പെയിൻറ്റ് വെച്ചോ എന്തെങ്കിലും വെച്ച് എഴുതി വെക്കുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. അത് നമുക്ക് ഇവിടെയും കാണാനായിട്ട് സാധിച്ചു കേട്ടോ. കാഴ്ചകൾ ഇവിടം കൊണ്ട് അവസാനിക്കുന്നില്ല, ഇവിടം കൊണ്ടാണ് കാഴ്ചകൾ തുടങ്ങുന്നത്. ഈ ഒരു വലിയ വഴി കയറി വേണം അങ്ങ് മുകളിലേക്ക് എത്താൻ. മുകളിലേക്ക് എത്തുന്നത് കുറച്ച് ആയാസപ്പെടുത്തുന്ന കാര്യമാണെന്ന് ഞാൻ ആദ്യമേ തന്നെ പറഞ്ഞല്ലോ. പക്ഷേ ഈ ആയാസങ്ങളെല്ലാം നമ്മൾ മനസ്സിലാക്കി മുകളിൽ എത്തിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ മനോഹരമായ ഒരു കാഴ്ച തന്നെയായിരിക്കും നമുക്ക് മുകളിലുണ്ടായിരിക്കുന്നത്. ഞങ്ങൾ പോയത് ഏകദേശം ഉച്ച കഴിഞ്ഞ സമയമാണ്. അതായത് ഉച്ച കഴിഞ്ഞ് മഴയൊക്കെ ഒന്ന് തോർന്ന് നിന്ന സമയം. ആ സമയത്ത് ഏറ്റവും നന്നായിട്ട് തണുപ്പ് കിട്ടുന്ന ഒരു സമയമാണ്. ആ ഒരു കോടയും ആ ഒരു മഞ്ഞും എല്ലാം നിങ്ങൾക്ക് ഈ വീഡിയോയിലൂടെ മുഴുവനായിട്ടും കാണിച്ചു തരാം. കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ അടിപൊളിയായിട്ട് ജോളിയായിട്ട് വന്ന് അടിച്ച് പൊളിച്ച് സമയം ചെലവഴിച്ച് പോകാൻ പറ്റിയൊരു സ്ഥലം തന്നെയാണ് ഈ പറയപ്പെടുന്ന അഞ്ചുമല പാറ എന്ന് പറയുന്നത്. വൈബടിക്കാനും കൂട്ടുകാരുമായിട്ട് സമയം സ്പെൻഡ് ചെയ്യാനും. ഇവിടെ ടിക്കറ്റോ കാര്യങ്ങളോ അങ്ങനെയൊന്നും ഇതുവരെ ഇല്ല. ഇനി ഇത് വലിയൊരു ടൂറിസം മേഖല ആക്കുമ്പോഴത്തേക്കും ഇനി ടിക്കറ്റ് ഉണ്ടാവുമോ, ബാക്കി എന്തൊക്കെ നിയന്ത്രണങ്ങളുണ്ടാവും എന്നൊന്നും നമുക്കറിയില്ല. പക്ഷേ നിരവധി പേരാണ് ഇപ്പോഴും ഈ അഞ്ചുമല പാറ കാണാൻ വേണ്ടിയിട്ട് സ്ഥിരവും വന്നു പോകുന്നത്. നമ്മൾ ഏകദേശം അടുത്തെത്താറായി കേട്ടോ. ഈ പാറയിടുക്കിലൂടെ വേണം നമുക്ക് അപ്പുറത്തേക്ക് കിടക്കാൻ. അപ്പുറത്തേക്ക് കിടക്കാൻ വേണ്ടിയിട്ട് വേറെ എന്തെങ്കിലും വഴികളുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്നാണ് എൻ്റെ അറിവ്.
പക്ഷേ ഇതുവഴി കടന്നു വേണം അപ്പുറത്തെ മലയുടെ മുകളിലേക്ക് പ്രവേശിക്കാൻ. അപ്പോൾ നമുക്ക് ഇവിടുന്ന് കടന്നിട്ട് അപ്പുറത്ത് വന്നിട്ട് മലയുടെ അപ്പുറത്തെ വിശേഷങ്ങൾ കാണാം. ഞാൻ പറഞ്ഞില്ലേ വഴിയൊക്കെ കുറച്ച് ദുഷ്കരമായിരിക്കുമെന്ന്. പക്ഷേ ഈ വഴികളെല്ലാം താണ്ടി നിങ്ങൾ മുകളിൽ ചെന്ന് കഴിഞ്ഞാൽ ഈ കാഴ്ചയാണ് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നത്. ഇത് ഒരു പകൽ സമയം, അതായത് ഒരു വെളുപ്പിനുള്ള സമയത്തായിരുന്നുവെങ്കിൽ നിങ്ങൾക്ക് ഇതിനേക്കാട്ടിൽ മനോഹരമായി സൂര്യോദയമൊക്കെ കാണാൻ പറ്റിയ ഒരു നല്ല സ്പോട്ട് തന്നെയാണ് ഈ പറയപ്പെടുന്ന അഞ്ചുമല പാറ എന്ന് പറയുന്നത്. ഈ അഞ്ചുമല പാറയ്ക്ക് ഒരു ചരിത്രമുണ്ട്. അതെന്താണെന്ന് അറിയണ്ടേ? അഞ്ചുമലപ്പാറ അഥവാ കുന്നിട, അഞ്ചുമലപ്പാറ, കൊടക്കണ്ണാമല, മുട്ടിയക്കോട്ട്, പുലിമല, അക്കമല എന്നിങ്ങനെ 5 മലകളാണ് ഇവിടെ ഉള്ളത്. 5 മലയെ 1000 തൂണിമല എന്ന വിളിപ്പേരിലും അറിയപ്പെടുന്നുണ്ട്. പണ്ട് താന്നിക്കൽ തറവാട്ടുകാരുടെ പേരിലായിരുന്നു മല മുഴുവനും. പിന്നീട് വിത്ത് വിതച്ച് കരനെൽകൃഷി നടത്തിയ സ്ഥലമായി. ഇവിടെ വിതച്ച വിത്തൊക്കെ പാകമായപ്പോൾ ഉപയോഗശൂന്യമായി പോയതാവാം. കർഷകർ അതെല്ലാം അഞ്ചുമലയിലെ പാറയുടെ മുകളിൽ ഉപേക്ഷിച്ചു പോയി. 3 നാളുകൾക്ക് ശേഷം കന്നുകാലികൾക്ക് തീറ്റ തേടി വന്നവർ കണ്ടത് മാങ്കായി ഉപേക്ഷിച്ചു പോയതെല്ലാം നെല്ലായി കിടക്കുന്നതാണ്. മാത്രമല്ല 1000 തൂണിപ്പറ അളന്നിട്ടും നെല്ലധികം വന്നതായും പിന്നീട് അളക്കാതെ നെല്ല് കൊണ്ടുപോവുകയായിരുന്നു എന്നും അങ്ങനെയാണ് 1000 തൂണിമല എന്നറിയപ്പെട്ടതെന്നും പഴമക്കാർ പറയുന്നു. ഇതാണ് അഞ്ചുമലപ്പാറയുടെ ചരിത്രവും ഐതിഹ്യവും. ഇത്രയും ദൂരം താണ്ടി നിങ്ങൾ മുകളിൽ ചെന്ന് കഴിയുമ്പോൾ നിങ്ങളെ കാത്തിരിക്കുന്നത് കോടമഞ്ഞും മലയുടെ മനോഹാരിതയുമാണ്. വർണ്ണിക്കാനാവാത്ത വിധം ഉള്ള മനോഹാരിതയാണ് ഈ മലയ്ക്കുള്ളത്, ഈ അഞ്ചുമല പാറയ്ക്കുള്ളത്. വീട്ടുകാരും കുടുംബക്കാരും സുഹൃത്തുക്കളുമായി ഒരുപാട് നേരം സമയം സ്പെൻഡ് ചെയ്യാൻ പറ്റിയ ഒരു മനോഹരമായ സ്ഥലം തന്നെയാണ് ഈ പറയപ്പെടുന്ന അഞ്ചുമല പാറ. ജീവിതത്തിലെ യാത്രകളിൽ മനോഹരമായ ഒരു യാത്ര തന്നെയായിരിക്കും ഈ യാത്രകൾ ഇഷ്ടപ്പെടുന്ന സഞ്ചാരികൾക്ക് ഈ അഞ്ചുമല പാറ. യാത്രകൾ ഇഷ്ടപ്പെടുന്നവർക്ക് വേണ്ടി മറ്റ് യാത്രാ കാഴ്ചകളുമായി വീണ്ടും കാണാം.